സ്കൂൾ റിപ്പോർട്ട് ജോർജിയൻ ന്യൂസ് സ്പെഷ്യൽ എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഐവിൻ ജോൺസി ജോമൻ, ഹെഡ് ബോയ് ഓഫ് ദ സ്കൂൾ. 2024-25 അധ്യയന വർഷത്തെ നമ്മുടെ പഠന പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനായി STUPSന്റെ ആദരണീയനായ HM ലിൻഡോ സാർ നമ്മോടൊപ്പമുണ്ട്. സാറിന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. നമസ്കാരം ഐവിൻ. ഹലോ സാർ, നമ്മുടെ സ്കൂളിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. കോതമംഗലം കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ 1936 സ്ഥാപിതമായ ഒരു വിദ്യാലയമാണ് കല്ലാനിക്കൽ സെന്റ് ജോർജ് UP സ്കൂൾ. അതുകൊണ്ട് തന്നെ സെന്റ് ജോർജ് UP സ്കൂൾ നവതിയുടെ നിറവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം നമ്മുടെ സ്കൂളിൻ്റെ നവതിയാണ്. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലായി 307 കുട്ടികളും നഴ്സറി വിഭാഗത്തിൽ 37 കുട്ടികളുമാണ് ഈ വർഷം അധ്യയനം നടത്തുന്നത്. ഒരു മികച്ച അധ്യയന വർഷമാണ് അവസാനിക്കാൻ പോകുന്നത്. കഴിഞ്ഞ സബ് ജില്ലാ മേളകളിൽ സ്കൂളിന് മികച്ച മുന്നേറ്റം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. സബ് ജില്ലാ കലോത്സവത്തിൽ 2ാം സ്ഥാനം നേടാനായിട്ട് നമ്മുടെ സ്കൂളിന് സാധിച്ചു. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ശക്തമായ PTA MPT അംഗങ്ങളും ഒരു കൂട്ടം ചെറുപ്പക്കാരായ അധ്യാപകരും അതുപോലെ എല്ലാ സഹായങ്ങളും ചെയ്തു നിന്നുകൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റും ഒത്തുചേർന്നപ്പോൾ ഈ സ്കൂൾ വിജയത്തിൻ്റെ പാതയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പാഠ്യേതര പ്രവർത്തനങ്ങളെ ഒന്നു ചേർത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതാണ് സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട വിജയഘടകം. കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയാണ് കല്ലാനിക്കൽ UP സ്കൂൾ ലക്ഷ്യമിക്കുന്നത്. ഇത്രയും നേരം ജോർജിയൻ ന്യൂസിനോടൊപ്പം ഉണ്ടായിരുന്ന ലിൻഡോ സാറിന് ഓക്കെ, താങ്ക് യു ഐവിൻ. അടുത്തതായി സ്കൂളിന്റെ കൂടുതൽ പഠന പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായി പരിചയപ്പെടാം. മുഖം മിനുക്കി കുട്ടികളെ വരവേറ്റ് കല്ലാനിക്കൽ സ്കൂൾ. 2024 മെയ് മാസത്തിൽ സ്കൂൾ മാനേജ്മെന്റ്, അധ്യാപകർ, അനധ്യാപകർ, PTA, MPTA, കല്ലാനിക്കൽ സെയിൻറ് ജോർജ് ചർച്ച് കൈക്കാരന്മാർ, സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികൾ, നാട്ടുകാർ എന്നിവരുടെ സഹകരണത്തോടെ നമ്മുടെ സ്കൂളിൻ്റെ മേൽക്കൂര പൊളിച്ചു മേയുകയും സ്കൂൾ കെട്ടിടം പെയിന്റ് അടിച്ച് മനോഹരമാക്കുകയും ചെയ്തു. തദവസരത്തിൽ സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ വർഷത്തെ പ്രവേശനോത്സവം ജൂൺ 3-ന് നടത്തപ്പെട്ടു. 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം ബ്ലോക്ക് തല പ്രവേശനോത്സവമായി നമ്മുടെ സ്കൂളിൽ വെച്ച് ജൂൺ 3 തിങ്കളാഴ്ച നടത്തപ്പെട്ടു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുനി സാബു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നവാഗതരായ കുട്ടികൾക്ക് മാനേജർ റവറൻ ഫാദർ സോട്ടർ പെരിങ്ങാരപ്പിള്ളിൽ നിന്നും സ്വീകരിച്ച തിരുവെളിച്ചം ഹെഡ്മാസ്റ്റർ ലിൻഡോ ജോർജ് കുട്ടികൾക്ക് കൈമാറി. STUPSലെ കുട്ടികൾ പുതിയ യൂണിഫോമിൽ. 2024-25 അധ്യയന വർഷത്തിൽ സ്കൂൾ മാനേജ്മെന്റ്, PTA, MPTA എന്നിവരുടെ തീരുമാനപ്രകാരം നമ്മുടെ കുട്ടികൾക്ക് പുതിയ കളർ യൂണിഫോം തിരഞ്ഞെടുക്കുകയും ഓഗസ്റ്റ് മാസം മുതൽ കുട്ടികൾ പുതിയ യൂണിഫോമിൽ കൂടുതൽ ഭംഗിയോടെ സ്കൂളിലെത്തുകയും ചെയ്തു. കരാട്ടെ, ഡാൻസ്, ചിത്രരചന പരിശീലനവുമായി STUPS കല്യാണിക്കൽ. പാഠ്യകാര്യങ്ങൾക്കൊപ്പം കുട്ടികളുടെ ശാരീരിക മാനസിക വികാസത്തിന് ഉതകുന്ന തരത്തിൽ പാഠ്യപ്രവർത്തനങ്ങൾക്കൊപ്പം PTA സഹകരണത്തോടെ എക്സ്ട്രാ കരിക്യുലർ ആക്ടിവിറ്റീസ് നടത്തിവരുന്നു. കരാട്ടെ, ഡാൻസ്, ഡ്രോയിങ് എന്നിവയാണ് ഈ വർഷം നടത്തുന്നത്. എല്ലാ ചൊവ്വാഴ്ചകളിലും പാഠ്യപദ്ധതി ടൈം ടേബിൾ അനുസരിച്ച് തന്നെ കുട്ടികളുടെ പഠന സമയം ക്രമീകരിച്ച് ഈ പരിശീലനങ്ങൾ നൽകി വരുന്നു. ഓരോ വിഷയത്തിലും മികവ് തെളിയിച്ച പ്രശസ്തരും കഴിവുള്ളവരുമായ വ്യക്തികളാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ഒരു കുട്ടിക്ക് ഒരു പതിപ്പ്, മൈ വേൾഡ് ഗാലറി എന്നീ പ്രവർത്തനങ്ങളുമായി STUPS സ്കൂൾ കല്യാണിക്കൽ. സ്കൂൾ വർഷാരംഭത്തിൽ തന്നെ കുട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി ഡെയിലി GK, ന്യൂസ് ബുക്ക്, മൈ ഇംഗ്ലീഷ് വേർഡ് ഗാലറി, ഒരു കുട്ടിക്ക് ഒരു പതിപ്പ് എന്നീ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക ബുക്കിൽ ഇവ രേഖപ്പെടുത്തി കുട്ടികൾ സൂക്ഷിക്കുന്നു. എല്ലാ ദിവസവും പത്രവാർത്തകൾ കണ്ട് പ്രധാന വാർത്തകൾ ന്യൂസ് ബുക്കിൽ എഴുതി സൂക്ഷിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും LP UP തിരിച്ച് കുട്ടികൾക്ക് ഓരോ വിഷയങ്ങൾ നൽകി വരുന്നു. ഈ വിഷയങ്ങൾ പ്രധാന ആശയങ്ങളായി വരുന്ന രചനകൾ കുട്ടികൾ സ്വന്തമായി ചെയ്യുന്നു. കല്ലാനിക്കലിൽ തരംഗമായി ജോർജിയൻ ന്യൂസും കുട്ടികളുടെ റേഡിയോ ST പൾസും. സ്കൂളിലെ വാർത്തകളും വിശേഷങ്ങളുമായി TV ചാനലുകളോട് കിടപിടിക്കുന്ന തരത്തിൽ ജോർജിയൻ ന്യൂസ് 2 മാസത്തിലൊരിക്കൽ ഇറക്കുന്നു. പൊതുജനങ്ങളിലേക്ക് സ്കൂളിന്റെ വാർത്തകളും വിശേഷങ്ങളും ഏറ്റവും മികച്ച രീതിയിൽ എത്തിക്കാൻ ജോർജിയൻ ന്യൂസിന് കഴിയുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലും ജോർജിയൻ ന്യൂസ് ഇറക്കുന്നു. അതുപോലെ തന്നെ കുട്ടികളിലെ കഴിവുകൾ പുറത്തെടുക്കുന്ന മറ്റൊരു വേദിയാണ് SG പൾസ് സ്കൂളിനെ കേൾക്കാം സ്കൂൾ റേഡിയോ. കുട്ടികളിലെ കലാപരമായ കഴിവുകൾ സ്കൂൾ ഓഫീസിൽ നിന്നും കുട്ടികൾ അവതരിപ്പിക്കുന്നു. സ്കൂളിന്റെ സ്വന്തം ബുൾബുൾ കുട്ടികൾ.
1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ സേവന സന്നദ്ധരായ പെൺകുട്ടികളുടെ കൂട്ടായ്മയാണ് ബുൾബുൾ. അധ്യാപക ദിനത്തിൽ എല്ലാ അധ്യാപകർക്കും ബുൾബുൾ കുട്ടികൾ ആശംസാ കാർഡുകൾ ഉണ്ടാക്കി. സ്കൂൾ ഓഫീസിന് മുന്നിൽ ഔഷധത്തോട്ടം നിർമ്മിച്ച് ഗാന്ധി ജയന്തി ആഘോഷിച്ചു. ലോക വയോജന ദിനത്തിൽ നമ്മുടെ നാട്ടിൽ 3 തലമുറ കണ്ട പാണങ്ങാണ്ട് റോസമ്മ വല്യമ്മച്ചിയെ സന്ദർശിച്ച് സമ്മാനങ്ങൾ നൽകി. ലോക ഭിന്നശേഷി ദിനത്തിൽ തൊടുപുഴ പ്രത്യാശ ഭവനിലെ 40ഓളം അന്തേവാസികളെ സന്ദർശിച്ച് നിത്യോപയോഗ സാധനങ്ങൾ കൈമാറുകയും അവർക്ക് വേണ്ടി കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. സേവന സന്നദ്ധരായ ഞങ്ങളുടെ 6-7 ക്ലാസ്സുകളിലെ സേവന സന്നദ്ധരായ പെൺകുട്ടികളുടെ കൂട്ടായ്മയാണ് ഗൈഡ്. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ, ക്രമസമാധാന പാലനം, പരിസര ശുചിത്വം തുടങ്ങി എല്ലാ മേഖലകളിലും ഗൈഡിലെ കുട്ടികൾ സേവനം ചെയ്യുന്നു. വായനാശീലം വളർത്താൻ സ്കൂൾ ലൈബ്രറി. ഓരോ ക്ലാസ്സിലേക്കുമുള്ള പുസ്തകങ്ങൾ ക്ലാസ് ടീച്ചർമാരുടെ കൈവശം നൽകുകയും അത് കുട്ടികൾക്ക് കൈമാറി വായിക്കുന്നതിന് അവസരം നൽകുകയും ചെയ്തു വരുന്നു. നിസ്വാർത്ഥ സേവനവുമായി സ്കൂൾ ബസ്. പ്രൈവറ്റ് ബസ്സുകൾ കുറവുള്ള കല്ലാനിക്കൽ മേഖലയിൽ കുട്ടികൾക്കായി 3 സ്കൂൾ വാഹനങ്ങൾ സർവീസ് നടത്തി വരുന്നു. ഇതിൽ 2 ബസ്സുകൾ UP സ്കൂളിന്റെ ഉടമസ്ഥതയിലും 1 ബസ് ഹൈസ്കൂളിന്റെ ഉടമസ്ഥതയിലുമാണ്. 2 ബസ്സുകളിലായി ഏകദേശം 8 ട്രിപ്പുകൾ രാവിലെയും വൈകുന്നേരവുമായി നടത്തുന്നു. ആനക്കയം, പാലപ്പിള്ളി, മാർത്തോമ, ഇഞ്ചിയാനി, മലങ്കര, കാഞ്ഞിരമറ്റം, കീരികോട്, കുമ്പങ്കല്ല് എന്നീ ഭാഗങ്ങളിൽ സ്കൂൾ വാഹനം ഓടുന്നുണ്ട്. വളരെ കുറഞ്ഞ നിരക്കിലാണ് സ്കൂൾ ബസ് ഫീസ് ഈടാക്കുന്നത്. ബസിന്റെ സുഗമമായ നടത്തിപ്പിനായി സ്ഥലം മാറി വരുന്നവരും പുതിയതായി നിയമനം കിട്ടുന്ന അധ്യാപകരും 20,000 രൂപ വീതം സ്കൂൾ ബസ്സിലേക്ക് സംഭാവന നൽകുന്നു. കൂടാതെ എല്ലാ അധ്യാപകരും എല്ലാ മാസവും 1,500 രൂപ സ്കൂൾ ബസ് ഫണ്ടിലേക്ക് നൽകി വരുന്നു. സ്കൂൾ വാഹനങ്ങളിലെ കുട്ടികളുടെ അച്ചടക്കം ഉറപ്പുവരുത്തുന്നതിനായി ബസ് നമ്പർ 3-ൽ ക്യാമറ സ്ഥാപിച്ചു. രുചിയേറും വിഭവങ്ങളുമായി സ്കൂൾ ഉച്ചഭക്ഷണം. പോഷകസമൃദ്ധമായ സമീകൃത ആഹാരം, ആഴ്ചയിൽ ഒരിക്കൽ മുട്ട, 2 ദിവസം പാൽ, എല്ലാ ദിവസവും 2 കൂട്ടം കറികൾ എന്നിവ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമാണ്. ഓണത്തോടനുബന്ധിച്ച് എല്ലാ കുട്ടികൾക്കും 5 കിലോ അരി നൽകി. നവംബർ 14 ശിശുദിനത്തോടനുബന്ധിച്ച് PTA നേതൃത്വത്തിൽ കുട്ടികൾക്ക് പായസം നൽകി. ജനുവരി 1 പുതുവർഷ ദിനത്തിൽ PTA നേതൃത്വത്തിൽ കുട്ടികൾക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കി നൽകി. കുട്ടികളുടെ സ്വന്തം കുട്ടിക്കട. നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്കായി കുട്ടികൾ തന്നെ നടത്തുന്ന കുട്ടിക്കട അവരുടെ ദൈനംദിന ജീവിതത്തിൽ സമ്പാദ്യശീലം വളർത്താൻ പ്രാപ്തമാക്കുന്നു. സബ് ജില്ലാ ശാസ്ത്രമേളയ്ക്ക് STUP സ്കൂൾ വേദിയൊരുക്കി. തൊടുപുഴ സബ് ജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളകൾക്ക് ഈ വർഷം കല്ലാനിക്കൽ UP സ്കൂളും ഹൈസ്കൂളും വേദികളായി. അടിസ്ഥാന സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും കുറവായിരുന്നിട്ടും വളരെ മികച്ച രീതിയിൽ ഈ മേളകൾ സംഘടിപ്പിക്കുവാൻ മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും PTA-യ്ക്കും സാധിച്ചു എന്നത് ഒരു മികച്ച കൂട്ടായ്മ ഇവിടെ വളർന്നു വന്നു എന്നതിൻ്റെ തെളിവായിരുന്നു. ഉപജില്ലാ പ്രതിഭാ പുരസ്കാര വിതരണം. തൊടുപുഴ ഉപജില്ല കലാ, കായിക, ശാസ്ത്ര, പ്രവൃത്തി പരിചയമേളകളിൽ വിജയികളായ കുട്ടികളെയും ഇടുക്കി ജില്ലാ കലോത്സവത്തിൽ UP നാടക മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികളെയും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ഐവിൻ ജോൺസി ജോമോനെയും അവരെ പരിശീലിപ്പിച്ച അധ്യാപിക ലിഡ തെരേസ് കുര്യൻ എന്നിവരെയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും PTA-യുടെയും നേതൃത്വത്തിൽ ആദരിക്കുകയും പുരസ്കാര വിതരണം നടത്തുകയും ചെയ്തു. സ്കൂൾ തല ഓണം ക്രിസ്തുമസ് ആഘോഷങ്ങൾ. ഓണപ്പൂക്കളം, ഓണസദ്യ, കുട്ടികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും പ്രത്യേക മത്സരങ്ങൾ, വടംവലി മത്സരം തുടങ്ങിയവ നടത്തി ഈ വർഷത്തെ ഓണാഘോഷം SGUPS മനോഹരമാക്കി. അതുപോലെ തന്നെ സ്കൂളിൻ്റെ മുൻഭാഗത്താണ് ഈ വർഷത്തെ ക്രിസ്തുമസ് പരിപാടികൾ ക്രമീകരിച്ചത്. ക്രിസ്മസ് പാപ്പ, കരോൾ ഗാനം, നക്ഷത്ര നിർമ്മാണം എന്നീ മത്സരങ്ങൾ കുട്ടികൾക്കായി നടത്തി. പാപ്പ വേഷധാരികളെയും 7ാം ക്ലാസ് കുട്ടികളെയും ഉൾപ്പെടുത്തി ടൗണിൽ കരോൾ നടത്തിയത് കല്ലാനിക്കലിന് പുതിയ അനുഭവമായിരുന്നു. ടൗണിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും കേക്കുകൾ വിതരണം ചെയ്യുകയും അധ്യാപകരും കുട്ടികളും ആശംസകൾ നേരുകയും ചെയ്തു. കുട്ടികളുടെ ഭവനം സന്ദർശിച്ച് അധ്യാപകർ. 2024-25 അധ്യയന വർഷത്തിൽ നമ്മുടെ സ്കൂളിലെ അധ്യാപകർ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വിദ്യാർത്ഥികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും അവരുടെ പഠന പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. പ്രധാന നെറ്റ്വർക്കുകളും പ്രവർത്തനങ്ങളും. 2024-25 അധ്യയന വർഷാരംഭം തന്നെ നമ്മുടെ സ്കൂളിൽ വിവിധ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മാത്സ് ക്ലബ്ബ്, വർക്ക് എക്സ്പീരിയൻസ് ക്ലബ്ബ്, സോഷ്യൽ സയൻസ് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, ഇംഗ്ലീഷ് ക്ലബ്ബ്, IT ക്ലബ്ബ്, ലാംഗ്വേജ് ക്ലബ്ബ്, സ്കൂൾ ഹെൽത്ത് ക്ലബ്ബ്, നേച്ചർ ആൻഡ് എക്കോ ക്ലബ്ബ്, സീഡ് ക്ലബ്ബ്, പച്ചക്കുടുക തുടങ്ങിയ ക്ലബ്ബുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരും കുട്ടികളും നമ്മുടെ ഈ വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് സ്കൂളിനെ മികവിൻ്റെ പാതയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നു. ജോർജിയൻ ന്യൂസ് സ്പെഷ്യൽ എഡിഷൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. സ്റ്റേ ട്യൂൺ വിത്ത് us.